ശ്രീ വാവാ സുരേഷ് കൂടി ചെയ്യുന്നു. വാവച്ചോട്ടാ, ഇതെന്തോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പം ഇത് മരത്തിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മരത്തിന് താഴോട്ടിറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ? നമസ്കാരം ഹാഷ്മി സാറേ. ഇത് സത്യം പറഞ്ഞാല് നമ്മുടെ ഇവിടെ കുറെ വാർത്തകൾ അല്ല വെറുതെ ആൾക്കാർ പാമ്പിനെ കുറിച്ച് എന്താണെന്ന് അവരുടെ പ്രചരിപ്പിക്കുന്ന കഥകളാണ്. പക്ഷെ പെരുമ്പാമ്പ് സത്യം പറഞ്ഞാല് ഒരു ഉപദ്രവകാരിയല്ല. ഇവൻ മരത്തിന്റെ മണ്ടേ കയറുന്നത് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈ പഴവുണ്ണി എന്ന് പറഞ്ഞ സാധനത്തിന് പിടിക്കാൻ മരത്തിന്റെ മണ്ടേ കയറി പോകുന്നത് പഴവുണ്ണി. ഇത് നമ്മൾ ആൾക്കാർ കൂടാതെ ശല്യപ്പെടുത്തായിരുന്നു. അവത് താനെ ഇറങ്ങി ആറ്റിലോ പുഴയിലോ അങ്ങ് പോകും. പിന്നെ ഇന്ന് വരെ ഇത് ആരെയും കടിച്ച് അങ്ങനെ മാംസം എടുത്താട്ടോ അല്ലെങ്കിൽ മാരകമായിട്ട് ആക്രമിച്ചതായിട്ടോ ഒന്നും ഒരു റിപ്പോർട്ട് നമുക്കിവിടെ ഇല്ല. പെരുമ്പാമ്പ് തരത്തിൽ നിരുപദ്രവകാരിയാണ്. അതിനെ നമ്മൾ പറഞ്ഞു വലിയ സംഭവങ്ങളാക്കി എടുക്കുന്നതുകൊണ്ടാണ് അത് ഭീകരജീവിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. അല്ല, ഇതൊന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കാലും കയ്യോ ഒടിഞ്ഞു പോകുന്ന പറയുന്നത്. ഇല്ല അങ്ങനത്തെ ഒരു കഥ. എന്റെയൊക്കെ കാലിൽ ഞാനിപ്പോ 1100 പെരുമ്പാമ്പളെ പിടികൂടിയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ. എനിക്ക് എന്റെ ദേഹത്തിന്റെ കരുത്തിൽ ചുറ്റിയിട്ടുണ്ട്, എന്റെ വയറ്റിൽ ചുറ്റിയിട്ടുണ്ട്, എന്റെ കാലിൽ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് അതിന്റെ ഫുഡായ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നായ്ക്കുട്ടികളോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വാർത്തയുണ്ട്. രണ്ട് നായ്ക്കുട്ടികളെ ആട്ടിൻകുട്ടികളെ പിടിച്ചിട്ട് പെരുമ്പാമ്പിന്റെ വാർത്തയുണ്ട്. മലപ്പുറത്ത് എവിടെയാണ് നല്ലത് മനുഷ്യരെ ഉപദ്രവിക്കുന്നത്. ഇവര് മാറിക്കൊടുത്ത് താനെ അങ്ങ് ഇറങ്ങിപ്പോ അടുത്ത് പുഴയല്ലേ, ഈ പറഞ്ഞ സ്ഥലമൊക്കെ പുഴയാണ്, പുഴയിലാണ് അവർ ജീവിക്കുന്നത്. അല്ല ചേട്ടാ, എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അനങ്ങാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു പെരുമ്പാമ്പ് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതവിടെ ഇരുന്നിട്ട് ഇറങ്ങി പോട്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? മരം മുട്ട വെട്ടേണ്ടി വരും. മാറി എല്ലാവരും കുറച്ചേരം മാറി നിർത്തുക. താനെ വെയിൽ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങും. അപ്പൊ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ മാത്രം അവിടെ നിന്നാൽ മതി. ആള് കൂടി നാം ഒരിക്കലും ഇറങ്ങാൻ പോകുന്നില്ല. ആളിന്റെ എന്താ പറയുക നെല്ല് കിട്ടുമ്പോൾ അവിടെ തന്നെ ചുറ്റി അങ്ങ് ഇരിക്കുകയുള്ളൂ. ഇപ്പൊ ഫയർഫോഴ്സ് ഉണ്ട്. അപ്പം ഫയർഫോഴ്സ് വെള്ളം അടിക്കാൻ പോവാ. വെള്ളം അടിക്കുമ്പോൾ താഴെ വരുമെന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടോ? ഇതിന്റെ ഇടയിൽ മണിക്കൂറോളം ശ്വാസം എടുത്തിരിക്കുന്ന വരുമ്പോ പാമ്പാണ്. പാമ്പുകൾക്കെതിരെ പെട്ടാണ് പെരുമ്പാമ്പ്. വെള്ളം അത്രയ്ക്ക് ഫോഴ്സിൽ അടിച്ച് മേളിന് താഴെ വീഴാനും സാധ്യതയുള്ളൂ. അപ്പൊ അവൻ ഒന്നുകൂടെ കെട്ട് മുറുക്കി അവിടെ ഇരിക്കുകയുള്ളൂ. അല്ല ചേട്ടാ, അങ്ങനല്ല, ഇതിന് വെള്ളം അലർജി ആവുന്ന പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടോ? വെള്ളം അലർജി അല്ല, വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കുന്ന അരമണിക്കൂറുകൾ കൂടുതൽ പാമ്പ് പെരുമ്പാമ്പ് വെള്ളത്തിന്റെ ശ്വാസം എടുത്തിരിക്കുന്ന സാധനമാണ്. അപ്പൊ അത് വെള്ളം അടിച്ചു ഒരിക്കലും വരാം. അത് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും പറഞ്ഞതാവാനേ സാധ്യതയുള്ളൂ. നമ്മുടെ ഉണ്ടാകുന്ന ഒരാൾ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളത് മാറിക്കൊടുത്തു അത് കുറച്ച് കഴിയുമ്പോൾ താനേ താഴേക്ക് ഇറങ്ങും. ഫയർഫോഴ്സിലെ ചേട്ടൻ പറഞ്ഞത് വെള്ളം അത്ര ഇഷ്ടമല്ല, വെള്ളം അടിക്കുമ്പോഴത്തേക്ക് ഒരു ഈർഷ്യയിലേക്ക് ഇറങ്ങി വരുന്ന പറഞ്ഞു. വെള്ളം ഇഷ്ടമാണ്. വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കുന്ന തണുപ്പ് ഇഷ്ടമുള്ള പാമ്പാണ് പെരുമ്പാമ്പ്. മണിക്കൂറോളം വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കുന്ന സാധനമാണ് പെരുമ്പാമ്പ്. ചേട്ടാ, ഇത് നടപടിയാവുന്നൊരു കേസ് പറയും. ഇതിപ്പോ കുറെ സമയത്ത് എല്ലാവരും താഴെ നിൽക്കുവോ? നല്ല പ്രഷറിൽ പമ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാലും ഇത് ചിലപ്പോ കെട്ട് മുറിഞ്ഞ് ആ ചുറ്റിയിരിക്കുന്ന അമർത്തി ചുറ്റാനേ സാധ്യത കൂടുതലുള്ളൂ. പതുക്കെ ഏണി ലാഡർ വെച്ച് മോളിൽ കയറുവാണെങ്കിലോ എന്തായിരിക്കണം ആക്ഷൻ? അങ്ങനെ എടുത്താൽ ഓക്കെ. അങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ഒരാള് മേളിൽ കയറി സേഫായിട്ട് ഇരുന്നുകൊണ്ട് ബെൽറ്റ് ഇട്ട് ഇരുന്നുകൊണ്ട് അങ്ങനെ കുറെ സമയം എടുക്കും. നല്ല ഇതായിട്ട് ചെയ്യുന്ന ഹൈറ്റ് ഇല്ലെങ്കിൽ അത് വളരെ ഈസിയാണ്. അങ്ങനെ ചെയ്യുന്ന വെള്ളം അടിക്കുന്നത് പ്രായോഗികമായ കാര്യമേ അല്ല. അല്ല, നല്ല ഹൈറ്റിലാട്ടോ ഇത്, അത്യാവശ്യം നല്ല ഹൈറ്റില്ല. അപ്പൊ അതാണ് പ്രശ്നം. ഹൈറ്റിലൊക്കെ പോയി എടുക്കാന്ന് പറഞ്ഞാൽ അത് ഈ ഇരിക്കുന്ന ആൾ സേഫായിട്ട് ഇരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, മറ്റെവിടെയെങ്കിലും പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇതാണെങ്കിൽ ഒരു 10-12 അടി നീളമുണ്ട്, നല്ല വണ്ണമുണ്ട്. അപ്പൊ ഏത് പ്രായമുള്ള പാമ്പായിരിക്കും? ഹൈറ്റ് ഉപയോഗിച്ച് മരത്തിന്റെ ശിഖരം. അല്ലേട്ടാ മരമല്ല ചേട്ടാ, മരമല്ല പാമ്പ്. അല്ലേട്ടാ മരമല്ല, പാമ്പിന്റെ കാര്യം പറഞ്ഞത്. 12 അടി നീളവും നല്ല വണ്ണമുള്ള പാമ്പാ. അതെ. അപ്പൊ ആ മരത്തിന്റെ ശിഖരം, ആ പാമ്പിരിക്കുന്ന ശിഖരം കെട്ടി ഇടുന്നതായിരിക്കും നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.